ഗുഡ് ഈവനിങ്. നമ്മളിതുവരെ ബീയിങ് വേർബിൻ്റെ 4 രൂപങ്ങളാണ് നമ്മൾ പഠിച്ചത്. അതായത് പോസിറ്റീവ്, നെഗറ്റീവ്, നോൺ ക്വസ്റ്റ്യൻ വേർഡ് പോസിറ്റീവ്, നോൺ ക്വസ്റ്റ്യൻ വേർഡ് നെഗറ്റീവ്. ഇങ്ങനെ 4 ആണ്, അല്ല, ആണോ, അല്ലേ, എന്താണ്, എന്തല്ല. ഇങ്ങനെ 6 വരേണ്ടത്. അതിൽ നമ്മൾ 4 പഠിച്ചു. ആണ്, അല്ല, ആണോ, അല്ലേ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്, എന്തല്ല. അതായത് ക്വസ്റ്റ്യൻ വേർഡ് പോസിറ്റീവും ക്വസ്റ്റ്യൻ വേർഡ് നെഗറ്റീവും. അതായത് WH ക്വസ്റ്റ്യൻസ് ചേർത്ത് വരുന്ന വാക്യങ്ങൾ. അത് പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. അതായത് നോൺ ക്വസ്റ്റ്യൻ വേർഡ് പോസിറ്റീവിൻ്റെയും നോൺ ക്വസ്റ്റ്യൻ വേർഡ് നെഗറ്റീവിൻ്റെയും മുന്നിൽ ക്വസ്റ്റ്യൻ വേർഡ് ചേർത്ത് കഴിഞ്ഞാൽ അത് 5ാമത്തെയും 6ാമത്തെയും രൂപങ്ങൾ നമുക്ക് കിട്ടും. ഉദാഹരണത്തിന് ആദ്യം മുതലൊന്ന് പറഞ്ഞു നോക്കാം. I am not, am I, ain't I. Why am I, why ain't I. You are, you ain't. Are you, ain't you. Why are you, why ain't you. We are, we ain't. Are we, ain't we. Why are we, why ain't we. They are, they ain't. Are they, ain't they. Why are they, why ain't they. He is, he isn't. Is he, isn't he. Why is he, why isn't he. She is, she isn't. Is she, isn't she. Why is she, why isn't she. It is, it isn't. Is it, isn't it. Why is it, why isn't it. അപ്പോൾ ആണ്, അല്ല, ആണോ, അല്ലേ, എന്തുകൊണ്ടാണ്, എന്തുകൊണ്ടല്ല. വൈ എന്ന വാക്ക്, വൈ ആ ഇൻറ്ററോഗേറ്റീവിൻ്റെ പ്രത്യേകത അത് നെഗറ്റീവിൽ ഉപയോഗിക്കാവുന്നതുകൊണ്ടാണ് മോഡലായിട്ട് നമ്മൾ അതെടുത്തിരിക്കുന്നത്. വേറെയും വാക്കുകൾ വരാം, വേറെ WH ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഉപയോഗിക്കാമെന്നുള്ളതിൻ്റെ ഇവിടെ നോക്കാം. നമുക്കിതൊരു വാക്യമായിട്ടൊന്ന് ഉപയോഗിച്ച് നോക്കാവുന്നു. ഇപ്പോൾ I'm tired. I'm not tired. Am I tired? Ain't I tired. Why am I tired. Why ain't I tired. ഞാൻ എന്തുകൊണ്ട് ക്ഷീണിതനല്ല, അതൊന്നും ക്ഷീണമില്ല. You are late. You ain't late. Are you late. Ain't you late. Why are you late. Why ain't you late. നിങ്ങൾ എന്തുകൊണ്ട് താമസിച്ചു, എന്തുകൊണ്ട് താമസിച്ചില്ല. എന്താ താമസിക്കാതിരുന്നാൽ അത് അങ്ങനെ വരില്ല, റെയറാണ്. എന്നാലും എന്തുകൊണ്ട്. Why ain't you late. Why ain't you happy എന്ന് ചോദിക്കുന്നത്. Why ain't you happy. Why ain't you ready. Why ain't you willing to do it. Why ain't you interested in it. Why ain't you interested in it. Or why ain't you comfortable here. Or why ain't you happy here. എന്തുകൊണ്ട് നിങ്ങളിവിടെ ഹാപ്പി അല്ല, എന്തുകൊണ്ട് നിങ്ങൾക്കതിൽ താല്പര്യമില്ല. Why ain't you interested in it. അതാണ് വൈയുടെ പ്രത്യേകത. വൈ എല്ലായിടത്തും നെഗറ്റീവ് സെൻറ്റൻസിൽ കൂടുതൽ വരുന്നത് വൈ ആണ്. ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിൽ കൂടുതൽ വൈ ആണ് വരുന്നത്. For example, they are at home. They ain't at home. Are they at home. Ain't they at home. Why are they at home today. Where are they. Where are they. Why ain't they at home today. Why ain't they at home today. എന്തുകൊണ്ടാണ് അവർ വീട്ടിലില്ലാത്ത. Why ain't they at home today. She is at home. She isn't at home. അവൾ വീട്ടിലുണ്ട്. She isn't at home. വീട്ടിലില്ല. Is she at home. വീട്ടിലുണ്ടോ, വീട്ടിലാണോ, വീട്ടിലുണ്ടോ. Is she at home. Isn't she at home. വീട്ടിലില്ലേ. Why is she at home. Why isn't she at home. എന്തുകൊണ്ടാണ് അവൾ വീട്ടിലില്ലാത്തത്. It is possible. It is possible. അത് സാധ്യമാണ്. It isn't possible. അത് സാധ്യമല്ല. Is it possible. Isn't it possible. Why is it possible. Why isn't it possible. എന്തുകൊണ്ട് സാധ്യമല്ല. Where are they. How are you. Who are you. Where is it.
How's it? Who is his doctor? Who's his doctor? Where's your house? What's your problem? What is your problem? What is it? What is it? Where is my key? Where's my key? It's on the table. It's on the table. It isn't on the table. Why isn't she at home today? Why isn't she at home today? Why ain't you in a good mood to talk about it? Why ain't you willing to do it? Why ain't you willing to do it? So അതാണ് ഇൻറ്ററേറ്റീവ് സെൻറ്റൻസസ്. പിന്നെ ഹൗ ആർ തിങ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ അയ്യോ ദേ ഹി ഷീറ്റ് മാത്രമല്ല വേറെയും വാക്കുകൾ വരാമെന്ന് പറഞ്ഞു. ഹൗ ആർ തിങ്സ്, ഹൗസ് ഇറ്റ്? വെർ ആർ യുവർ ഫ്രണ്ട്സ്? ഹു ആർ ദേ? Who is at the door? Who's at the door? Who's there? Okay, who's there? Okay, അങ്ങനെ എല്ലാം അതിൻ്റെ ആറ് തരത്തിലുള്ള വാക്യങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിൻ്റെ ഈ ഒരു സ്ട്രക്ചർ നമ്മൾ ബൈ ഹാർട്ട് ആക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഐ എം നോട്ട്, ain't I, why ain't I, അതിനൊരിക്കലും ഒരു മാറ്റം വരില്ല. അപ്പോൾ നമ്മളത് കുറേ തവണ പറഞ്ഞ് പഠിക്കുക മാത്രമേ നിർവാഹമുള്ളൂ, വേറെ മാർഗ്ഗമില്ല. ഓർത്തിരുന്ന് പറയാൻ പറ്റത്തില്ല. അത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് നമുക്കത് കൃത്യമായിട്ട് നമ്മളറിയാതുള്ളത് വരികയും ചെയ്യും. പറയുമ്പോൾ അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഗ്രാമറൊന്നും ഓർത്ത് നമുക്ക് പറയാൻ പറ്റില്ല. It is not possible for anyone to think of grammar while speaking. It is impossible for anyone to think like that. നമുക്കങ്ങനെ സംസാരിക്കുമ്പോൾ അങ്ങനെ അല്ലെങ്കിൽ ഗ്രാമർ കൃത്യമായിട്ട് ഓർത്ത് നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഇറ്റ്സ് എ മാറ്റർ ഓഫ് പ്രാക്ടീസ് എനിവേ. നമ്മളത് ഒരു പ്രാക്ടീസ് ചെയ്ത് പറഞ്ഞ് പഠിക്കുകയാണ് ചെയ്യേണ്ട, വേറെ മാർഗം ഇല്ല. ഓക്കെ, താങ്ക് യു.